ശ്രീ ആർ എസ് ശശികുമാർ, ഗവർണർ ഏറ്റവും അധികം കലഹിച്ചത് ഈ സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. ആ ബില്ലുകളെ ചൊല്ലിയാണ്, ഈ വി സിമാരുടെ നിയമനത്തെ ചൊല്ലിയാണ് ഏറ്റവും അധികം കലഹം സർക്കാരുമായി ഉണ്ടായത്. അതിൻ്റെ ഒരു അത് ഓരോ കേസും വളരെ വ്യക്തമായി പഠിച്ച ഒരാളാണ് താങ്കൾ. എങ്ങനെയാണ് ഗവർണർ അക്കാര്യങ്ങളിൽ എടുത്ത ഒരു നിലപാട്? ഇവർ പറയുന്നത് പോലെ ഒരു കാവ്യവൽക്കരണത്തിലേക്ക് ഈ ക്യാമ്പസുകളെ കൊണ്ടുചെന്നെത്തിക്കാൻ ഗവർണർ ഏതെങ്കിലും വിധത്തിൽ ഒരു ശ്രമം നടത്തിയോ? അതല്ല, വളരെ കൃത്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖല അതിശക്തമായ ഒരു രംഗമായി വളർന്നു വരണം എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഗവർണറുടെ ഇടപെടലുണ്ടായത്? ആരിഫ് മുഹമ്മദ് ഖാനെ എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇത്രയും ജനങ്ങൾ മനസ്സിലാക്കുകയും ഹൃദയത്തിലെത്തുകയും ചെയ്ത ഒരു ഗവർണർ കേരളത്തിന് അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ CPM മനസ്സിലാക്കിയിട്ടുണ്ട്, സർക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവിടുത്തെ ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഗവർണർ ഇപ്പോൾ ഈ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മരിച്ചുപോയത് കൊണ്ട് ഔദ്യോഗിക ചടങ്ങുകളൊന്നും തന്നെ യാത്രയപ്പായിട്ടില്ല എങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗവർണർ 5 വർഷം ഇവിടെ ഭരിച്ച ആളാണ്. അദ്ദേഹം മടങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് നൽകേണ്ട, ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും ഒരു യാത്രയപ്പ് നൽകേണ്ട ഒരു മര്യാദ, ഒരു ഔചിത്യം സത്യത്തിൽ കേരള സർക്കാരിന് ഇല്ലാതെ പോയതിൽ വാസ്തവത്തിൽ വളരെ ദുഃഖമുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഇഷ്യൂയിലാണ് ഗവർണറുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത്. ഇതേപോലെ 90-ൽ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് റാം ദുലാരി സിൻഹ ആയിരുന്നു കേരളത്തിലെ ഗവർണർ. യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്കുള്ള നോമിനേഷൻസ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ കരുണാകരന്റെ ഉപദേശം അനുസരിച്ച് മുഴുവനും ഗവൺമെന്റിന്റെ നോമിനേഷൻ തള്ളിക്കളഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്തു. ആ നോമിനേഷൻ നടത്തിയതിന്റെ പേരിൽ 3 ദിവസം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇന്നത്തെ നമ്മുടെ CPM കഴിഞ്ഞ മന്ത്രിയായ G സുധാകരനെല്ലാം സിൻഡിക്കേറ്റിലുണ്ട്. അവരുടെ ഉൾപ്പെടെ 3 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം രാജ്ഭവന്റെ മുമ്പിൽ നടത്തി റാം ദുലാരി സിൻഹയുമായിട്ട് ഏറ്റുമുട്ടിയ ഒരു സർക്കാരായിരുന്നു നയനാട് സർക്കാർ. പക്ഷേ റാം ദുലാരി സിൻഹ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞപ്പോൾ വിമാനത്താവളം വരെ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയെ അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഔചിത്യബോധം, വാസ്തവത്തിൽ അത് ഈ പിണറായി ഉൾപ്പെടെയുള്ളവർ, ഇവരുടെ ദാർഷ്ട്യമാണല്ലോ. പിണറായി ഉൾപ്പെടെയുള്ളവർ, നയനാർ ഉൾപ്പെടെയുള്ളവരെ കണ്ടുപഠിക്കണമായിരുന്നു. എനിക്കത് ഓർമ്മ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ ശരത്തിനെയും ഗിരീഷിനെയും അതേപോലെ സിദ്ധാർത്ഥിനെയും അതേപോലെ നവീൻ ബാബുവിനെയും എല്ലാം കൊല വിളിച്ച ഒരു ക്രിമിനൽ സംഘം, നമ്മുടെ ഗവർണറുടെ ഭാഷയിൽ പറയാം, ആ ക്രിമിനൽ സംഘം അദ്ദേഹത്തെ യാത്ര അയക്കാൻ പോവായിരുന്നു നന്നായി എന്നുള്ള ആ കാര്യം കൂടി ഞാൻ ആമുഖമായി പറയുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാനിപ്പോ ചോദിച്ചതിന് ഉത്തരം പറയാം. കേരളത്തില് ഗവർണറുമായിട്ട് ഇപ്പോൾ ഏറ്റുമുട്ടേണ്ടി വന്നത് സർവകലാശാല വിഷയങ്ങളിലാണ്. അദ്ദേഹം 2019-ൽ ഇവിടെ അധികാരത്തിൽ വന്ന് 2 വർഷക്കാലം അദ്ദേഹം ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല കുട്ടിയായിരുന്നു. ഗവൺമെന്റ് പറയുന്ന എല്ലാത്തിനും അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. എല്ലാ നിയമനങ്ങൾ, ലോകായുക്തയാകട്ടെ, അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനാകട്ടെ, അതേപോലെ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ നിയമനം, സെനറ്റ് സിൻഡിക്കേറ്റ് നിയമനം, വൈസ് ചാൻസലർമാരുടെ നിയമനം, ഇതെല്ലാം അദ്ദേഹം ഗവൺമെന്റ് പറയുന്നതിനനുസരിച്ച് ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ അന്ന് അദ്ദേഹത്തെ ചെന്ന് കണ്ടിരുന്നു. ഇവിടെ യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ, ഈ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിൽ ഒരു വ്യക്തമായ ഒരു ക്രൈറ്റീരിയൻ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റുമായിട്ട് ഒരു കോൺഫ്രണ്ടേഷൻ പറ്റില്ല, ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പേര് ക്വാളിഫൈഡ് ആണെങ്കിൽ ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞ ആളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ അദ്ദേഹത്തിന്റെ കാവ്യവൽക്കരണത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ അദ്ദേഹവുമായിട്ട് വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് യോജിക്കുന്ന ആളല്ല. പക്ഷേ MG സർവകലാശാലയിലെ ഒരു പ്രൊഫസറെ കാലിക്കറ്റ് സർവകലാശാല പ്രൊഫസറായിട്ട് നിയമിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഏജ് 60 ക്രോസ് ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് ഫയൽ വന്നത്. അദ്ദേഹം പറയും പറ്റത്തില്ല, 60 വയസ്സ് തികയാൻ പോകുന്ന ആളിനെ നിയമിക്കാൻ ഒക്കത്തില്ല, പാനലിൽ നിന്ന് മറ്റൊരാളെ എടുക്കാൻ പറഞ്ഞപ്പോൾ BJP ഉൾപ്പെടെയുള്ളവർ, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ടാപ്പിയോക്ക റിസർച്ച് സെന്ററിലെ ഡയറക്ടർ ജയപ്രകാശിന്റെ പേര് പറഞ്ഞു ഓർമ്മയുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് അന്തരിച്ചു. വളരെ പ്രഗത്ഭനായ ഒരു സയന്റിസ്റ്റാണ്. പക്ഷേ ഗവർണർ എന്നോട് ഞങ്ങൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയോട് പറഞ്ഞത്, അദ്ദേഹം മെഡിക്കലാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ നിയമിച്ചാൽ അദ്ദേഹം BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ജയരാജിനെ നിയമിക്കുന്നു. ജയരാജ് CPM-ന്റെ നോമിനിയാണ്. അപ്പോൾ അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ
കാൽവലിക്കരിക്കുന്ന ഒരു ഗവർണറിന് എങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹം ശേഷം നടത്തിയ നിയമനങ്ങൾ, സംസ്കൃത സർവകലാശാല ഉൾപ്പെടെ നടത്തിയ നിയമനങ്ങൾ ഗവൺമെന്റ് പറഞ്ഞ നിയമനങ്ങൾ കൊടുത്തു. പക്ഷെ എവിടെയാണ് തെറ്റിയെന്ന് പറഞ്ഞാൽ അത് രണ്ട് ഭാഗത്താണ് തെറ്റിയത്. ഒന്ന്, ലോകായുക്ത ഞാൻ കൊടുത്ത കേസാണ്. ദുരിതാശ്വാസ നിധിക്കെതിരായിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തു പോകുന്നുള്ള നിലവന്നപ്പോൾ അമേരിക്കയിൽ ചികിത്സയിലായിരുന്ന മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ ക്യാബിനറ്റ് കൂടി ഓർഡിനൻസ് പാസാക്കുകയും പിന്നീട് ബില്ലാക്കിയപ്പോൾ ആ ബില്ല് അദ്ദേഹം തടഞ്ഞു വെച്ചു. പിന്നീട് രാഷ്ട്രപതി അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ സംഭവിച്ചെന്താ? ലോകായുക്ത ഇന്ന് പല്ലും നഖവുമില്ലാത്ത ഒരു ഉപകരണമായി മാറി. അതിനകത്ത് പറഞ്ഞു ദുരിതാശ്വാസ നിധിയിൽ ആളുകൾ പണം കൊടുക്കാത്ത നിലയിലായി. പക്ഷെ ഗവർണർ എടുത്ത നിലപാട് അവിടെയും ശരിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൂർ നടന്ന ഇവിടെ നേരത്തെ ഇർഫാൻ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു. ശരിയാണ്, ഇർഫാൻ മുഹമ്മദ് അറിയപ്പെടുന്ന ഒരു ഇടത് ചരിത്രകാരനാണ്. അദ്ദേഹം കണ്ണൂരിലെ ഗവർണർ പ്രസംഗിക്കുമ്പോഴത്തേക്കും ഗവർണറുടെ വേദിയിൽ കയറി വരാൻ ഇർഫാൻ എന്ത് അധികാരമാണുള്ളത്? അദ്ദേഹത്തിന്റെ പേര് ഗവർണർ അവിടെ വേദിയിരിക്കുന്ന ലിസ്റ്റിനകത്തില്ലായിരുന്നു. രവീന്ദ്രനും അന്ന് അവിടെ സിൻഡിക്കേറ്റ് MP ആയിരുന്ന KK രാഗേഷ്, ഇപ്പൊ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അദ്ദേഹം കൂടി ചേർന്ന് ഇർഫാനെ സ്റ്റേജിലെത്തുകയും ഗവർണർ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം തടസ്സപ്പെടുത്തുക അങ്ങനെ പ്രോട്ടോക്കോൾ വിരുദ്ധമാണ്. ശരിയായിരിക്കാം, ഗവർണറുടെ അഭിപ്രായത്തിനോട് ഇർഫാൻ അഭിപ്രായ വ്യത്യാസം കാണാൻ ചിലപ്പോൾ നമുക്ക് പലർക്കും കാണുമായിരിക്കാം. പക്ഷെ ഗവർണർ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരാൾ ഗവർണറെ കൈയേറ്റം ചെയ്യാൻ വന്നതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഉള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് പോയി രവീന്ദ്രന്റെ പുനർനിയമനം കൊടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ അദ്ദേഹത്തിന് കത്ത് കൊണ്ടുകൊടുത്തു. ഇത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാഗേഷിന്റെ ഭാര്യയ്ക്ക് ഔദ്യോഗികമായിട്ട് നിയമനം കൊടുക്കുന്നതിന്റെ പാക്കേജാണ്. അദ്ദേഹം നിയമനം ചെയ്തു. കാരണം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കേരളത്തിൽ യൂണിവേഴ്സിറ്റി വച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്നത്. മനസ്സിലായി, യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് തെറ്റില്ല. യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന തട്ടിപ്പുകൾ, യൂണിവേഴ്സിറ്റി SFI വളർത്തുന്നതിന് വേണ്ടി ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന കുറെ അധ്യാപകന്മാരെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വളക്കൂറായ മണ്ണായി കേരളത്തിനെ മാറ്റുന്നതിന് യൂണിവേഴ്സിറ്റി ഉപകരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ രവീന്ദ്രന്റെ നിയമനം അദ്ദേഹം തടയാൻ ശ്രമിച്ചു. പക്ഷെ മുഖ്യമന്ത്രി ഇടപെട്ടത് കൊണ്ട് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതി എടുത്ത് പുറത്താക്കി. ഇപ്പോൾ ലൂക്കോസ് പറയുകയാണ് അദ്ദേഹം എല്ലാ VC-മാരെയും പിരിച്ചുവിട്ടത്. ശരിയാണ്, സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് പിരിച്ചുവിട്ടത്. സുപ്രീം കോടതി KTUവിന്റെ വൈസ് ചാൻസലർ രാജകൃഷിയെ പിരിച്ചുവിടാൻ തുടങ്ങിയപ്പോൾ OLWC ആയിട്ട് ആ നിയമനം സെറ്റ് എല്ലാവരും പുറത്തു പോകണമെന്ന് തെറ്റാണോ? അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിയമിച്ച ആളാരാ? അദ്ദേഹം നിയമിച്ച കേരള യൂണിവേഴ്സിറ്റിയിലും ഹെഡ് സർവകലാശാലയിലും കാലിക്കറ്റിലും കേരളയിലും അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ BJPയുടെ അനുഭാവികൾ അദ്ദേഹം നിയമിച്ചു. അദ്ദേഹം അവർ BJPയുടെ അനുഭവമുള്ള ആളാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ. അതേസമയം MG സർവകലാശാലയിൽ ഈ CPM-ന്റെ അധ്യാപക സംഘടനയുടെ നേതാവിനെ നിയമിച്ചു. സംസ്കൃത സർവകലാശാലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ CPM അധ്യാപക സംഘടനയുടെ വനിതയെ നിയമിച്ചു. മലയാള സർവകലാശാലയിൽ ഡോക്ടർ സുഷമ സംസ്കൃത സർവകലാശാലയിലെ CPM അധ്യാപക സംഘടനയാണ് നിയമിച്ചു. അതേപോലെ തന്നെ ഇവിടെ അഗ്രികൾച്ചർ സർവകലാശാലയിൽ, അതേപോലെ തന്നെ ഫിഷറീസ് സർവകലാശാല, ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ നിയമിച്ചു. അവസാനം ഓപ്പൺ സർവകലാശാലയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വൈസ് ചാൻസലർ നിയമിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലും കുസാറ്റിലും അദ്ദേഹം നിയമിച്ചത് കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നു. സിസ തോമസ്. ഇത്തരം നിഷ്പക്ഷയായ ഒരു ഉദ്യോഗസ്ഥ, ഇത്തരം നിഷ്പക്ഷയായ ഒരു അക്കാഡമിഷ്യൻ കേരളത്തിലില്ല. അവരുടെ പെൻഷൻ പോലും കൊടുക്കാതെ തടഞ്ഞു വെച്ചതിന് ശേഷം അവരെ അദ്ദേഹം നിയമിച്ചു. അപ്പോൾ ഗവർണർ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ഒന്നും തന്നെ കാവ്യവൽക്കരണമല്ല. ഞങ്ങളുടെ അഭിപ്രായം കാവ്യവൽക്കരണവും പാടില്ല, ചുവപ്പുവൽക്കരണവും പാടില്ല, ത്രിവർണ്ണവൽക്കരണവും പാടില്ല. യൂണിവേഴ്സിറ്റി നിഷ്പക്ഷമായി ഗവർണർ ആ കാഴ്ചപ്പാടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഗവർണർ കേരളത്തിൽ സ്വീകാര്യനായത്. കേരളത്തിലെ ഏത് പ്രശ്നങ്ങളിലും ഗവർണർ പറയുമ്പോൾ ആളുകൾ വളരെ സൂക്ഷ്മയോട് കേൾക്കുകയാണ്. അദ്ദേഹം അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി സംസാരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ നശിച്ചു പോകുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടും SFIയുടെ ക്രിമിനൽസം കൊണ്ടാണെന്ന് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ SFI ക്രിമിനലുകളെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പറയാമോ എന്ന് ചിന്തിച്ചപ്പോൾ അത് അർത്ഥവത്തായിരുന്നു, ശരിയായിരുന്നു. കാരണം കേരളത്തിൽ SFIയെ വളർത്തി ഇവിടെ ക്രിമിനൽസം കൊണ്ടുവന്ന് ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസത്തിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം, അതിനുവേണ്ടി റബ്ബർ സ്റ്റാമ്പുകളായിട്ടുള്ള കുറെ വൈസ് ചാൻസലർമാർ വേണം. കുറെ സിൻഡിക്കേറ്റങ്ങളെ ഗവൺമെന്റ് നിയമിക്കുന്നതാണ്. അപ്പൊ അവരുടെ ഓശാന പാടുന്ന വൈസ് ചാൻസലർമാർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ VC-മാരുടെ നിയമനം അക്കാഡമിക് മെറിറ്റിൽ നടത്തണമെന്ന് ആരിഫ് പറഞ്ഞ തെറ്റാണോ? കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ കോൺഗ്രസ് ഗവൺമെന്റിന് BJP ഗവർണർ നിലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും
അദ്ദേഹം യൂണിവേഴ്സിറ്റി തലത്തിലെടുത്ത തീരുമാനത്തിനോടുകൂടി കോൺഗ്രസ് ഗവൺമെന്റിനും പ്രതിപക്ഷത്തിന് ഉൾപ്പെടെയുള്ളവർക്ക് സ്വീകാര്യമായ നിലപാടാണ്. കാരണം ഇവിടെ CPM കാണിക്കുന്ന തോന്നിവാസത്തിന് കൂട്ടുനിന്നിയാൽ കേരളത്തിലെ കുട്ടികൾ ഇപ്പോൾ തന്നെ വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ കുട്ടികൾ മറുനാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അതിനെ ഒന്ന് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഉണ്ടാകുന്നത്.